ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ജോലിക്കൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങിയാ? ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങണം കേട്ടോ. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് കുറച്ച് കമ്പനി നെയിംസും അതിലെങ്ങനെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാമെന്നുമാണ്. അപ്പോൾ ചില ജോബ്സ് ഒക്കെ നമുക്ക് അതിലൂടെ കാണാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ആ കമ്പനിയുടെ നെയിം സെർച്ച് ചെയ്തെടുത്തിട്ട് അതിന്റെ വെബ്സൈറ്റിൽ കയറി അവിടെ നിന്നും കോണ്ടാക്ടേഴ്സിൽ ഇമെയിൽ അയച്ചു നോക്കണം. ചില വെബ്സൈറ്റുകളിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സ്പോൺസേർഡ് ജോബ്സ് വരുന്നത് നിങ്ങൾക്ക് ന്യൂസ് ലെറ്റർ ആയിട്ട് ഇമെയിലിൽ കിട്ടും. അപ്പൊ അതിലൂടെയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ സീക്ക്, ഇൻഡീഡ്, ട്രേഡ്മി, ജോറ എന്നീ സൈറ്റുകളിലൂടെയും നമുക്ക് ജോലി കണ്ടെത്താൻ സാധിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഒന്നുകൂടി ശ്രമിച്ചു നോക്കുക കേട്ടോ. ഓരോ ദിവസവും നിങ്ങളുടെ ശ്രമം അനുസരിച്ചാണ് അതിന്റെ റിസൾട്ട് ഉണ്ടാവുന്നത്. അപ്പൊ ഒട്ടും പഠിക്കാതെ തന്നെ ഇപ്പൊ തന്നെ നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങുക കേട്ടോ. നമുക്ക് ആ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം. നിങ്ങളത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ. ഇൻസ്പയർഡ് എന്ന് പറയുന്ന ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ് ഇത്. അപ്പോൾ അത് ടീച്ചേഴ്സിന്റെ ജോബാണ് അവരോട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് സ്പോൺസേർഡ് ജോബാണെന്ന് പറയുന്നുണ്ട്. സ്പോൺസർഷിപ്പ് അവൈലബിൾ ആണ്. മെൽബോൺ ആൻഡ് വിക്ടോറിയ എന്നീ 2 സ്ഥലങ്ങളിലേക്കാണ് ഈ ജോബ് അവരുടെ കൊടുത്തിട്ടുള്ളത്. അവിടെ എല്ലാ തരത്തിലുള്ള ടീച്ചേഴ്സിനെയും ആവശ്യമുണ്ട്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ മുതൽ ഇംഗ്ലീഷ് ടീച്ചർ, ഹ്യൂമാനിറ്റീസ്, മാത്സ്, സയൻസ്, അങ്ങനെ എല്ലാം. ഈവൻ ആർട്ട് ആൻഡ് മ്യൂസിക് ടീച്ചേഴ്സിന് അവിടെ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തും നിങ്ങൾക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇത് പ്രത്യേകിച്ച് സ്പോൺസർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് നോക്കാൻ ഞാനിവിടെ പറയുന്നത്. വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള സാലറിയാണ് അതിനുള്ളത്. BEd ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത്, ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ. അത് മെയിനായിട്ട് അവരുടെ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, UK, USA, അയർലൻഡ്, കാനഡ ഇവിടുത്തെ ക്വാളിഫിക്കേഷൻസാണ് അവർ അപ്രൂവ് ചെയ്യുന്നത്. പക്ഷേ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരെയും അവർ എടുക്കുന്നുണ്ടെന്ന് ഇവിടെ താഴെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ടീച്ചിങ് ഡിഗ്രീസ് ഉള്ളവർ ന്യൂസിലൻഡ് ക്വാളിഫിക്കേഷൻ അതോറിറ്റിയുടെയോ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയോ ഒരു സ്പെഷ്യൽ സ്കിൽസ് അസസ്മെൻറ്റ് പൂർത്തിയാക്കണം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ടീച്ചിങ്ങിൽ ജോലി കിട്ടും. അപ്പം നഴ്സസും അതുപോലെ കെയർ ജോബ്സ് മാത്രമല്ല ഇവിടെ ഉള്ളത്, ടീച്ചേഴ്സിനും ജോബുണ്ട്. ഇത് ആ ഏജൻസിയുടെ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ ഓണറാണ് അല്ലെങ്കിൽ അവിടുത്തെ ഓഫീസറാണ്. അപ്പോൾ അതിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അവരൊരു ഇന്ത്യനാണ്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ ഫോൺ നമ്പർ ഉണ്ട്, ഇമെയിൽ അഡ്രസ്സ് ഉണ്ട്. എല്ലാത്തിനും 5 സ്റ്റാർ ആണ് ഇവിടെ റിവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു നല്ലൊരു ട്രസ്റ്റഡ് ഏജൻസിയാണെന്ന് നമുക്കിവിടെ കരുതാം. ഒരു വീഡിയോയും അവരതിൽ കൊടുത്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. അപ്പോൾ അവർക്ക് ഇമെയിൽ അയച്ച് നോക്കാം. അപ്പോൾ ഇമെയിൽ അയക്കുമ്പോൾ അവർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 24 hours റിപ്ലൈ ചെയ്യും. അപ്പോൾ ഇതുപോലുള്ളൊരു മെസ്സേജ് അയക്കാനുള്ളൊരു ബോക്സും ഇവിടെയുണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേര്, ഇമെയിൽ, ഫോൺ നമ്പർ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അവർക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ അതൊരു ഇന്ത്യൻ ലേഡിയാണ്. ഇനി അടുത്തത് നമുക്ക് സീക്കിൽ നോക്കാം. സീക്കിലും ഇൻസ്പയർഡ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ജോലി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ടീച്ചിങ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയും ജോലി പബ്ലിഷ് ചെയ്തതായിട്ട് നമുക്കിവിടെ കാണാം. ഇനി നമുക്ക് ഇൻസ്പയർഡ് റിക്രൂട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കാം. ഇൻസ്പയർഡ് റിക്രൂട്ട്മെൻറ്റ് ഓസ്ട്രേലിയ എന്ന് ടൈപ്പ് ചെയ്ത് അവരുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ ആ വെബ്സൈറ്റിൽ ഉള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾ സൈൻ ഇൻ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സൈൻ ഇൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ള ജോലികൾ ഏതൊക്കെയാണോ ആ വേക്കൻസി വരുമ്പോഴെല്ലാം നിങ്ങൾക്ക് അതിൻ്റെ ന്യൂസ് ലെറ്റർ കിട്ടുന്നതായിരിക്കും. ഇനി കുറച്ച് റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളെ പരിചയപ്പെടാം നമുക്ക്. നമ്പർ 1 ഹൈസ് ആണ്. ഇത് ഓസ്ട്രേലിയയിലെ ഒരു നമ്പർ 1 റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയാണ്. ഇതിൽ പ്രൈമറി ടീച്ചേഴ്സിൻ്റെയും സെക്കൻഡറി ടീച്ചേഴ്സിൻ്റെയും ഒരുപാട് ഒഴിവുകളുണ്ട്. ഇവിടെ ആ ജോലിക്ക് മാത്രം. രണ്ടാമത്തേത് ഹഡ്സണിൽ നമുക്ക്
ആദ്യത്തെ പേജിൽ നിന്ന് തന്നെ പല ജോലികൾക്ക് സെർച്ച് ചെയ്യാം. തേർഡ് വൺ റാൻസ്റ്റാഡ് ആണ്. ഇത് ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും ഉള്ള ഒരു ഏജൻസിയാണ്. റാൻസ്റ്റാഡും ഒരു 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു ഏജൻസിയാണ്. ഇവിടെ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിൻ്റെ ഒരു ജോബ് ഞാൻ എടുത്ത് നോക്കുകയാണ്. ഇതിലും സ്പോൺസർഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ഏജൻസി നമ്മുടെ സീക്ക്. ആ സീക്കിലും ഇതുപോലുള്ള ഒഴിവുകൾ കാണാനായിട്ട് സാധിക്കും. നേരത്തെ ഞാൻ കുറച്ച് വെബ്സൈറ്റുകളെ കുറിച്ച് കൂടെ പറഞ്ഞിരുന്നു. അതുപോലെ അതിലും ഒന്ന് സൈനപ്പ് ചെയ്യുക. അപ്പോൾ ഏതിലെയാണ് നമുക്ക് ജോലി കിട്ടുന്നതെന്ന് പറയാൻ സാധിക്കില്ലല്ലോ. നമ്പർ 5 ആണ് കരിയർ 1. ഇതിലും സൈനപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ന്യൂസ് ലെറ്റർ കിട്ടുന്നതായിരിക്കും. അത് ഏത് ഏജൻസിയിൽ സൈനപ്പ് ചെയ്താലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്തൊക്കെ ജോലിക്കാണ് ഒഴിവുള്ളത് എന്നൊക്കെ. അപ്പോൾ അതിൽ സ്പോൺസേർഡ് ആണോ എന്ന് നോക്കിയിട്ട് വേണം നിങ്ങളിവിടെ അത് അപ്ലൈ ചെയ്യാൻ. എംപ്ലോയർ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്ത് വേണം നിങ്ങളുടെ CV തയ്യാറാക്കാൻ. അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു CVയും കവർ ലെറ്ററും തയ്യാറാക്കി വെക്കുക. എന്നിട്ട് വേണം നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക. നിങ്ങൾക്കൊരു ജോലി കിട്ടിയാൽ അത്രയും നല്ലതല്ലേ. നമുക്ക് കയ്യിൽ നിന്ന് മറ്റു പണമൊന്നും ചിലവാകാണ്ട് നേരിട്ട് നമ്മൾ ഈ വെബ്സൈറ്റിലൂടെയൊക്കെ അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന ജോലിയാകുമ്പോൾ അതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി ശ്രമിച്ചു നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഞാനിവിടെ കുറേ സൈറ്റുകളെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് ഇപ്പൊ കുറേശ്ശെ പറയുന്നത് നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയാണ്. നിങ്ങൾക്കത് ഓരോന്നും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള സമയത്തിന് വേണ്ടിയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ. എല്ലാവരും ജോലിക്കൊക്കെ അപ്ലൈ ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജോലിയൊക്കെ കിട്ടട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവരും നിങ്ങളുടെ ഫ്യൂച്ചർ സെക്യൂർ ആക്കുന്ന തരത്തിൽ വിദേശ രാജ്യത്ത് ചെന്ന് സെറ്റിൽ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ see you. Bye.